ഭരണങ്ങാനം ഭക്തിസാന്ദ്രം. വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ ആയിരങ്ങളുടെ വിശ്വാസ പ്രവാഹം. പ്രധാന തിരുനാൾ ദിനാചരണങ്ങൾക്ക് രാവിലെ 7 മണിക്ക് ബിഷപ്പ് എമിറേറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ നേർച്ചയപ്പം വാഴ്ത്തിയതോടെ തുടക്കമായി. വിശുദ്ധ അൽഫോൻസായുടെ പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് ഭരണങ്ങാനത്തെ വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രം ആയിരക്കണക്കിന് വിശ്വാസികളെ കൊണ്ട് നിറഞ്ഞു. ജൂലൈ 19 തിരുനാളിന് കൊടിയേറിയതു മുതൽ അൽഫോൻസാമയുടെ കബറിടത്തിൽ വിവിധ ജാതി മത വിഭാഗങ്ങളിൽപ്പെട്ട ഭക്തജനങ്ങൾ എത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ തേടി മടങ്ങുകയാണ്. വിശുദ്ധയുടെ ആത്മീയ സാന്നിധ്യമുള്ള ക്ലാരമഠം, നിത്യവ്രതം സ്വീകരിച്ച സെന്റ് മേരീസ് ഫൊറോന പള്ളി, കബറിടമുള്ള തീർത്ഥാടന ദേവാലയം എന്നിവിടങ്ങളിലെല്ലാം ദിനം മുഴുവൻ വിശ്വാസികളുടെ തിരക്കനുഭവപ്പെട്ടു. പേപ്പൽ പതാകകളും മുത്തുക്കുടകളും കൊണ്ട് അലങ്കരിച്ച തീർത്ഥാടന വഴികളിലൂടെ കൈകളിൽ ജപമാലയും ചുണ്ടുകളിൽ പ്രാർത്ഥനകളും നിറച്ച് ഉച്ചയ്ക്ക് നടന്ന പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ ഭക്തിപൂർവ്വം പങ്കെടുത്തു. പ്രധാന തിരുനാൾ ദിനാചരണങ്ങൾക്ക് രാവിലെ 7 മണിക്ക് ബിഷപ്പ് എമിറേറ്റസ് മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ നേർച്ചയപ്പം വാഴ്ത്തിയതോടെ തുടക്കമായി. തുടർന്ന് രാവിലെ 8:30 ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാനയർപ്പിച്ച് സന്ദേശം നൽകി. രാവിലെ 10:30 ഇടവക പള്ളിയിൽ നടന്ന തിരുനാൾ വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ രാത്രി 9:30 വരെ തുടർച്ചയായി വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചതോടെ തിരുനാൾ ചടങ്ങുകൾ ഭക്തിനിർഭരമായി സമാപിച്ചു. i4 ന്യൂസ്, പാലാ.